I'm Joe. I'm Gianna. I'm Sarah. I'm Josh. I'm Angela. നമ്മൾ ഈസ്റ്ററിനടുത്തു. കഴിഞ്ഞ 41 ദിവസം നമ്മൾ ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അതെ. ലണ്ടൻ ചലഞ്ചിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മൾ കുറെ സെയിൻസിനെ കുറിച്ച് പഠിച്ചു. അതെ. അവരെല്ലാം അവരുടെ സഹനങ്ങളും അവരുടെ വേദനകളൊക്കെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയ്ക്ക് കാഴ്ചവെക്കുകയായിരുന്നു. ശരിയാ. അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കുറെ പഠിക്കാൻ കിട്ടി, അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഇന്ന് ഒരു പുതിയ സെയിനെ പഠിച്ചാലോ? Okay. Our next segment, Saints Corner. Yes. കുഞ്ഞു കൂട്ടുകാരെ, നമ്മൾ ഈസ്റ്ററിന്റെ തൊട്ടടുത്ത് എത്തിക്കുക അല്ലേ? നമ്മൾ ഇന്ന് വലിയ ശനിയാഴ്ചയാണ്. നാളെ നമ്മൾ ഈസ്റ്റർ തിരുനാൾ ആഘോഷിക്കും. അപ്പോൾ ലണ്ടൻ ചലഞ്ച് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സെയിൻസ് കോർണറിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നോക്ക്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക്. ഒരു പക്ഷെ നിങ്ങൾ ഈ പേരധികം കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ തിരുഹൃദയത്തിനോട് പ്രാർത്ഥിക്കാറില്ലേ? നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ജൂൺ മാസം തിരുഹൃദയത്തിന് വേണ്ടി പ്രത്യേകം പ്രതിഷ്ഠിതമായ മാസമാണ്. നമ്മൾ ആ മാസത്തിൽ തിരുഹൃദയത്തിൻ്റെ ജപമാല കൂടുതലായിട്ട് ചൊല്ലും, വണക്കമാസം പ്രാർത്ഥിക്കും, തിരുഹൃദയ പ്രതിഷ്ഠ ചൊല്ലും. നമുക്കറിയാം, ഈശോയുടെ തിരുഹൃദയമാണ് മനുഷ്യർക്ക് ആശ്വാസത്തിൻ്റെ ഉറവിടം. നമ്മുടെ എത്ര വലിയ വേദനയാണെങ്കിലും സങ്കടമാണെങ്കിലും ഭാരമാണെങ്കിലും തിരുഹൃദയത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ഇതാണ്, ഈ ഒരു സന്ദേശമാണ് വിശുദ്ധ മാർഗരറ്റിലൂടെ ഈശോ ലോകത്തിലേക്ക് അറിയിച്ചത്. ഫ്രാൻസിൽ നിന്നുള്ളൊരു വിശുദ്ധയാണ്. മാർഗരറ്റിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം തൊട്ടേ ഒരുപാട് വേദനകളിൽ കൂടെ പോയ വ്യക്തിയായിരുന്നു. മാർഗരറ്റിന് ഒത്തിരി റിച്ച് ആയിട്ടുള്ള ഫാമിലി ആയിരുന്നു. പക്ഷേ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ ബന്ധുക്കളെല്ലാവരും കൂടി ഇവരുടെ സ്വത്ത് കൈക്കലാക്കി. പിന്നീട് അങ്ങോട്ട് മാർഗരറ്റിനും സഹോദരങ്ങൾക്കും അമ്മയ്ക്കും സഹനത്തിൻ്റെ കാലമായിരുന്നു. അപ്പോൾ ഇവർ ഇങ്ങനെ വീട്ടിൽ പണിയെല്ലാം എടുപ്പിക്കും, സ്വത്ത് മുഴുവൻ ഇവരെ തട്ടിയെടുത്തു, ഇവർക്കൊന്നും കൊടുക്കത്തില്ല. അതിലുപരി മാർഗരറ്റിന് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ കാര്യം, മാർഗരറ്റിന് എപ്പോഴും പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഈ പ്രായത്തിലുള്ള സമയത്ത് തന്നെ എവിടെയെങ്കിലും ഒരു ഇച്ചിരി സമയം കിട്ടിയാൽ മാറി ഇങ്ങനെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു മാർഗരറ്റിന് ഇങ്ങനെ തനിച്ചിരുന്ന് ഈശോയോട് പ്രാർത്ഥിക്കാൻ. അങ്ങനെ വളർന്നു. അപ്പോൾ ഈ അങ്കിളുമാരൊക്കെ പള്ളി വിടത്തില്ല. പള്ളി വിടാത്തതുകൊണ്ട് ഇവൾക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അവളിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം ഇവൾ വാശി പിടിച്ച് പള്ളിയിൽ പോയി. കാര്യം എന്തെന്നറിയോ, ഇവളുടെ അമ്മയുടെ തലയിൽ ഒരു വലിയ മുറിവുണ്ട്. അതങ്ങ് വ്രണമായിട്ട് പഴുത്തൊഴുകുകയാണ്. ഇവൾ പള്ളിയിൽ പോയിട്ട് പറഞ്ഞു, എൻ്റെ ഈശോയെ, അമ്മയെ ഒന്ന് സൗഖ്യപ്പെടുത്തി ഈശോയെ. അത് കഴിഞ്ഞ് ആ പ്രാർത്ഥന കഴിഞ്ഞൊരു ഭയങ്കര ധൈര്യം കിട്ടാണ്. തിരിച്ചു വന്ന് ഇവൾ തന്നെ മുറിവൊക്കെ കഴുകി മരുന്നൊക്കെ വെച്ച് കെട്ടി ഇവളിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? മുറിവ് മാറിയിട്ടുണ്ടാവും. അപ്പം മാർഗരറ്റ് മേരി അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഈശോ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം മുഴുവൻ നിനക്ക് തരികയാണ്. ഈ തിരുഹൃദയത്തിലെ സ്നേഹത്തെക്കുറിച്ച് ഈ ലോകം മുഴുവനിലുള്ള ആളുകളെ നീ അറിയിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ തിരഞ്ഞെടുത്തൊരു വിശുദ്ധയാണ്. പിന്നീട് മാർഗരറ്റ് മേരി ഒരു മഠത്തിൽ ചേർന്നു. ആ മഠത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ദിവ്യമായ അനുഭവങ്ങൾ ഉണ്ടായത്. നിങ്ങൾക്ക് ആൻറ്റി ഒരു സുഹൃത ജപം പറഞ്ഞു തരാം, നിങ്ങളെല്ലാവരും അതൊന്ന് മനഃപ്പാഠമാക്കണം. അതിങ്ങനെയാണ്, മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോ പറഞ്ഞു കൊടുത്തൊരു സുഹൃത ജപമാണ്. അതിങ്ങനെയാണ്: എന്നോടുള്ള സ്നേഹത്താൽ കത്തി ജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെയും ജ്വലിപ്പിക്കണമേ. അപ്പം നമ്മളോട് ഓരോരുത്തരോടുമുള്ള സ്നേഹത്താലാണ് ഈശോയുടെ തിരുഹൃദയം കത്തി ജ്വലിക്കുന്നത്. ആ തിരുഹൃദയത്തെ സ്നേഹിക്കാനായിട്ട് ഈശോയുടെ ആ സ്നേഹം നമുക്കും വേണം, അല്ലേ? അപ്പം നമുക്കിന്ന് അതിനായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഏറ്റവും ഈസ്റ്ററിൻ്റെ തൊട്ടടുത്ത നിമിഷങ്ങളിലാണ് നമുക്ക് ഏറ്റവും പരിശുദ്ധമായിട്ട് ഈ ഒരു പുണ്യദിനത്തിലേക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹം ലോകത്തെ മൊത്തം അറിയിച്ച സെയിന്റാണ് സെയിന്റ് മാർഗരറ്റ്. നമുക്കും ഇനി ഈശോയുടെ തിരുഹൃദയത്തെ അങ്ങനെ സ്നേഹിക്കാം. നമുക്ക് ഇന്നത്തെ വചനം പഠിച്ചാലോ? ഇന്നത്തെ വചനം ഇതാണ്: അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും, കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. സങ്കീർത്തനം 23:6. നമുക്ക് ആവർത്തിച്ചാലോ? അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും, കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. സങ്കീർത്തനം 23:6. വചനം എല്ലാരും വേഗം പഠിക്കണേ.
കൂട്ടുകാരെ, ഇന്നലെ നമ്മൾ ഈശോ കുരിശുമായി നടന്ന വഴികളൊക്കെ കണ്ടു അല്ലേ? അതെ. ഇന്ന് നമുക്കൊരു പുതിയ സ്ഥലം കണ്ടാലോ? ഓക്കെ. ഈശോയ്ക്ക് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കൾക്കും ഫുട് പ്രിന്റ്സിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ അങ്ങനെ ഈശോയുടെ തിരുക്കല്ലറ ദേവാലയത്തിനുള്ളിലെ ഈസ്റ്റർ കാഴ്ചകളൊക്കെ കണ്ടു. ഈശോയുടെ കല്ലറ വരെ നമ്മൾ കണ്ടു. ഫുട് പ്രിന്റ്സിന്റെ തുടക്കം മുതലുള്ള എപ്പിസോഡിൽ പല പ്രാവശ്യം ആന്റി കാര്യങ്ങൾ പറയുമ്പോൾ ബൈസന്റൈൻ കാലഘട്ടങ്ങളിലുള്ള ദേവാലയങ്ങൾ, ആദ്യകാലങ്ങളിലെ ദേവാലയങ്ങൾ, തകർക്കപ്പെട്ട ദേവാലയം, പുതുക്കപ്പെടുന്നത് പുതിയ ദേവാലയം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും മക്കൾ ചിന്തിച്ചിട്ടുണ്ടാവും, എന്താണ് ഈ ബൈസന്റൈൻ കാലഘട്ടങ്ങൾ, ആരാണ് ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇന്ന് ആന്റി നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ഈശോയുടെ കുരിശ് കണ്ടെടുത്ത സ്ഥലമാണ്. അത് വേറെ എങ്ങുമല്ല, നമ്മുടെ ഈശോയുടെ തിരുക്കല്ലറ ദേവാലയത്തിനുള്ളിൽ തന്നെയാണ്. ഈശോയുടെ കുരിശ് കണ്ടെത്തിയപ്പോൾ ആ കുരിശ് കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് എത്ര ദൂരം മാറിയായിരിക്കാം, എത്ര ദൂരം മാറി എവിടെ നിന്നായിരിക്കാം ആ കുരിശ് വന്ന് വീണത് എന്നൊക്കെ ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തിയാണ് കാൽവരിയുടെ സ്ഥാനം നിർണയിച്ചത്. അപ്പോൾ ആരായിരിക്കും ഈ കുരിശ് കണ്ടെത്തിയത് എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം കാണത്തില്ലേ? മക്കളെ, ഈശോയുടെ കുരിശ് കണ്ടെത്തിയത് സെയിന്റ് ഹെലൻ ആണ്. ഹെലൻ രാജ്ഞി. റോമൻ സാമ്രാജ്യം ക്രിസ്ത്യാനികളെ ഒരുപാട് ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. പിന്നീട് മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആദ്യമായി വന്ന ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. അപ്പോൾ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായിരുന്നു ഹെലൻ രാജ്ഞി. ഹെലൻ രാജ്ഞിയാണ് ഈശോയുടെ കുരിശ് കണ്ടെത്തിയത്. അതായത് മക്കളെ, ഹെലൻ രാജ്ഞിക്ക് സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നിർദ്ദേശം കിട്ടി, ഈശോയുടെ കുരിശ് ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന്. അങ്ങനെ ഹെലൻ രാജ്ഞിക്ക് സ്വപ്നത്തിൽ കിട്ടിയ നിർദ്ദേശം അനുസരിച്ചാണ് ഹെലൻ രാജ്ഞി ജെറുസലേം സന്ദർശിച്ച സമയത്ത് ഭൂമി കുഴിച്ച് ഈശോയുടെ കുരിശ് കണ്ടെത്തിയത്. അങ്ങനെയാണ് നമ്മുടെ കാൽവരിയുടെ സ്ഥാനനിർണയവും നടന്നത്. അപ്പോൾ ഇന്ന് ആന്റി നിങ്ങളെ കാണിക്കുന്നത് ഈശോയുടെ കുരിശ് കണ്ടെത്തിയ ആ സ്ഥലമാണ്. അതിൻ്റെ കൂടെ നിങ്ങളുടെ അറിവിലേക്ക് ആന്റി ഒരു കാര്യവും കൂടി പറഞ്ഞു തരുവാണ്. നമ്മുടെ ഈ തിരുക്കല്ലറ ദേവാലയത്തിൻ്റെ സൂക്ഷിപ്പ് ആരുടെ കയ്യിലാണെന്ന് മക്കൾക്ക് അറിയാവോ? അത് 2 മുസ്ലിം കുടുംബങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഈ കാഴ്ച കാണുമ്പോഴത്തേക്കും ആന്റി നിങ്ങൾക്ക് പറഞ്ഞു തരാം. മക്കളെ, ജെറുസലേമിൽ മാത്രം കാണുന്ന ഒരു സവിശേഷ കാഴ്ചയാണ് ആന്റി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചർച്ച് ഓഫ് ഹോളി സെപ്പൽക്കർ എന്ന തിരുക്കല്ലറ ദേവാലയത്തിന്റെ വാതിലിനും താക്കോലിനും പോലും നൂറ്റാണ്ടുകളുടെ പഴക്കവും ചരിത്രവുമുണ്ട്. ഈ ദേവാലയം തുറക്കുവാനും അടയ്ക്കുവാനുമുള്ള അവകാശം 2 മുസ്ലിം കുടുംബങ്ങൾക്കാണ്. നുസൈബ എന്ന കുടുംബത്തിന് വാതിൽ സൂക്ഷിക്കുവാനും ജൂദയ ഫാമിലിക്ക് താക്കോൽ സൂക്ഷിക്കുവാനുമാണ് അവകാശം. മക്കളെ, പെസഹ വ്യാഴാഴ്ചത്തെ പ്രധാന ചടങ്ങുകൾക്ക് മുമ്പ് ഈ വാതിൽ തുറക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. തിരുക്കല്ലറ ദേവാലയത്തിന്റെ കസ്റ്റേഡിയനായ ഫാദർ ഇപ്പോൾ ഈ 2 കുടുംബങ്ങളിൽ നിന്നുമുള്ള അംഗങ്ങളെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരും ഈ വാതിൽ തുറക്കാൻ. മക്കളെ, ക്രൂസഡേഴ്സ് സാമ്രാജ്യം ജെറുസലമിനെ ആക്രമിക്കുകയും തിരുക്കല്ലറ ദേവാലയം അടക്കം പല ക്രിസ്ത്യൻ ദേവാലയങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് ആക്രമണങ്ങളിൽ നിന്ന് ജെറുസലമിനെ രക്ഷിച്ച സലാദിൻ സുൽത്താനാണ് 1187 ഈ ദേവാലയത്തിന്റെ സംരക്ഷണം ഈ 2 മുസ്ലിം കുടുംബങ്ങൾക്ക് നൽകിയത്. ഒരു ശക്തിയാലും ഈ പുണ്യസ്ഥലം നശിപ്പിക്കപ്പെടരുതെന്നും എന്നും സംരക്ഷിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുസ്ലിം കുടുംബങ്ങളെ തന്നെ ഇതിന്റെ സംരക്ഷണം ഏൽപ്പിച്ചത്. അവർ തലമുറകളായി ഇത് ചെയ്തു പോരുന്നു. എല്ലാ ദിവസവും വെളുപ്പിനെ 4 മണിക്കാണ് ഈ ദേവാലയത്തിന്റെ പ്രധാന വാതിൽ തുറക്കുന്നത്. 4 മണിക്ക് വെളുപ്പിനെ ഈ 2 മുസ്ലിം കുടുംബങ്ങളുടെ അംഗങ്ങൾ ഈ ദേവാലയം തുറക്കാൻ വേണ്ടി എഴുന്നേറ്റ് വരുന്ന ആ ഒരു സവിശേഷപ്പെട്ട കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുകയെ. അവർ ഇവിടെ വന്ന് വാതിലിൽ മുട്ടും. ഈ വാതിലിനുള്ളിൽ താമസിക്കുന്ന അച്ഛന്മാർ ഇതിലെ കിളിവാതിലിലൂടെ ഒരു ഏണി പുറത്തേക്ക് വെച്ച് കൊടുക്കുകയും
വാതിൽ സൂക്ഷിക്കാൻ അവകാശമുള്ള മുസ്ലിം കുടുംബത്തിലെ അംഗം ആ ഏണി വഴി കയറി ഈ വാതിൽ തുറന്നു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. വാതിൽ തുറന്നു കൊടുത്തതിന് ശേഷം ആ താക്കോൽ ഭദ്രമായി താക്കോൽ സൂക്ഷിക്കുവാൻ അവകാശമുള്ള കുടുംബത്തിലെ അംഗത്തിനെ അദ്ദേഹം തിരിച്ച് ഏൽപ്പിക്കുന്നു. പിന്നീട് രാത്രി ഈ വാതിൽ അടച്ച് താക്കോൽ സൂക്ഷിക്കുവാൻ അവകാശമുള്ള കുടുംബത്തിലെ അംഗം അവരുടെ വീട്ടിലേക്ക് ഈ താക്കോൽ തിരിച്ചു കൊണ്ടുപോകുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നു. നിലവിൽ ഉപയോഗിക്കുന്ന താക്കോലിന് 500 വർഷത്തെ പഴക്കമുണ്ട്. അതിന് തൊട്ടു മുമ്പുള്ള താക്കോൽ 800 വർഷത്തിന് ശേഷം ദ്രവിച്ചു തുടങ്ങിയപ്പോഴാണ് ഇപ്പോഴത്തെ പുതിയ താക്കോൽ നിർമ്മിച്ചത്. എത്ര സവിശേഷമായ മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചയാണ് അല്ലേ? ഭൂമിയിലെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വിശുദ്ധമായ സ്ഥലം, ഈ ദേവാലയം സൂക്ഷിക്കുവാനുള്ള അവകാശം 2 മുസ്ലിം കുടുംബങ്ങൾക്ക്. നമ്മളിപ്പോ തിരുക്കല്ലറ ദേവാലയത്തിന്റെ ഉള്ളിലാണ്. നമ്മൾ കാൽവരി കണ്ടില്ലായിരുന്നു. കാൽവരിയുടെ താഴേക്ക് ഇറങ്ങി വരുന്ന ആ പടികൾക്ക് തൊട്ടരികിലായി കാൽവരിയുടെ പാറകൾ സൂക്ഷിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ നിന്നും ഇടത്തേക്ക് നടന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി വേണം പോവാൻ ഈശോയുടെ കുരിശ് കണ്ടെടുത്ത സ്ഥലത്തേക്ക്. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് വിശുദ്ധമായ മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. നമ്മുടെ ഈശോയെ ചമ്മട്ടി കൊണ്ടടിക്കാനും മുൾക്കിരീടം ധരിപ്പിക്കുവാനും ഉപയോഗിച്ച കല്ല് ഇവിടെ വിശുദ്ധമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കല്ലിൽ ചെവിയൊന്ന് ചേർത്ത് പ്രാർത്ഥിച്ചാൽ ചമ്മട്ടി കൊണ്ടടിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാനും അനുഭവിക്കാനും പറ്റുമെന്ന് വിശ്വാസമുണ്ട്. ഇനി നമുക്ക് കുരിശ് കണ്ടെടുത്ത ആ പുണ്യസ്ഥലത്തേക്ക് പോവാം. ഈ പടവുകൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് സെയിന്റ് ഹെലന്റെ നാമത്തിലുള്ള ചാപ്പലാണ്. ബൈസന്റൈൻ കാലഘട്ടങ്ങളിലെ മൊസൈക്ക് വർക്കുകളും ചുവർ ചിത്രങ്ങളും ഒക്കെ ഇപ്പോഴും നമുക്ക് ഈ ചാപ്പലിൽ കാണാം. ഈ ചാപ്പലിന് തൊട്ടരികിലായി സെയിന്റ് ഹെലന്റെ ഒരു പ്രതിമയും അതിന് തൊട്ടരികിലായി കുരിശ് കണ്ടെടുത്ത പുണ്യ സ്ഥലവും. സ്വപ്നത്തിൽ കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഹെലൻ രാജ്ഞി ഭൂമി കുഴിച്ച് ഈശോയുടെ കുരിശ് കണ്ടെത്തിയ സ്ഥലമാണ് ഇത്. ഇപ്പോൾ കുരിശ് കണ്ടെത്തിയ സ്ഥലമായതുകൊണ്ടാണ് ഒരു കല്ലറയുടെ ആകൃതിയിൽ ഈ സ്ഥലം ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത്. മക്കളെ, നമ്മൾ കുറേ ദിവസമായി തിരുക്കല്ലറ ദേവാലയത്തിന്റെ ഉള്ളിലായിരുന്നു. നമുക്ക് ഈ ദേവാലയത്തോട് വിട പറയാൻ സമയമായി. ഇനി നമുക്ക് കാണാനുള്ളത് ഉത്ഥാനത്തിന് ശേഷം ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലവും ഈശോ സ്വർഗാരോഹണം ചെയ്തു പോയ പുണ്യസ്ഥലവുമാണ്.
ഇഷ്ടപ്പെട്ട മക്കളെ കാഴ്ചകളൊക്കെ? ഇപ്പം നമ്മുടെ ഈശോയുടെ കുരിശ് കണ്ടെടുത്ത് പുണ്യ സ്ഥലമൊക്കെ ഇപ്പോഴും ഇങ്ങനെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കുന്ന ഒരു അത്ഭുതമാണല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊക്കെ വലുതായി കഴിയുമ്പോൾ ഇവിടെ വിശുദ്ധ നാട്ടിൽ വരാനും ഈ സ്ഥലങ്ങളൊക്കെ കാണാനും ഒക്കെ അവസരങ്ങൾ ഈശോ നിങ്ങൾക്കൊക്കെ ഒരുക്കട്ടെ എന്ന് ആൻറ്റി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് ലണ്ടൻ ചലഞ്ചിൻ്റെ ഫുട് പ്രിൻസിൻ്റെ അവസാനത്തെ എപ്പിസോഡുമായിട്ട് നാളെ കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നമ്മുടെ കൂടെ ഇന്ന് ഫെയ്ത്ത് സ്റ്റോറി ചെയ്യുന്ന വളരെ റെസ്പെക്റ്റഡ് ആയ ഒരു പേഴ്സൺ ആണ്. ആണോ? അതാരാ? പഞ്ചാബ് പാട്ടിയാലയിലെ അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചൻ. നമുക്ക് അദ്ദേഹത്തെ ഫെയ്ത്ത് സ്റ്റോറിയിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം സർ. ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൽ എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ കർത്താവ് എങ്ങനെ പ്രവർത്തിച്ചു, എൻ്റെ ജീവിതത്തിലെ കർത്താവ് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ കൂടെ നിന്നു എന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നല്ല കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതായത് ജീവിതത്തിൽ എങ്ങനെ ദൈവത്തെ കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ എങ്ങനെയാണ് ജീവിതത്തിൽ മുൻപോട്ട് പോവേണ്ടതെന്ന് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പഠിപ്പിച്ചു തരുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അവര് ഈ ദൈവവിശ്വാസത്തിൽ എന്നെ വളർത്തി എന്നുള്ളതാണ്. ഏതൊരു സാധാരണ മനുഷ്യനെ പോലെയും എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും കുറ്റങ്ങളും കുറവുകളുമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ സ്വാഭാവികമായും ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടത് എനിക്ക് മറ്റാരേക്കാൾ കൂടുതൽ ആവശ്യമായിട്ട് വന്നു. അങ്ങനെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും എൻ്റെ എല്ലാ കുഴപ്പങ്ങളിലും ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചപ്പോൾ കാരുണ്യവാനായ ദൈവം എന്നെ എനിക്ക് സാധിക്കുന്നതിനും മുകളിലേക്ക് പിടിച്ചുയർത്തുകയാണുണ്ടായത്. ഇപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ഒരു ഗൈഡൻസിന്റെ പരിണിത ഫലമായിട്ട് പലപ്പോഴും വിശുദ്ധ കുർബാന മുടക്കാതെ ഇരിക്കുവാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിഫലിക്കുകയുണ്ടായി. ഞാൻ MBBS ആണ് എൻ്റെ ഡിഗ്രി ലെവലിൽ ഞാൻ ചെയ്തത്. ഡോക്ടറാണ്. അതിനുശേഷം സിവിൽ സർവീസിലേക്ക് വന്നു. അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ നിങ്ങൾക്ക് പലർക്കും പരിചിതമായിരിക്കും. വളരെ ടഫായിട്ടുള്ള ഒരു ബാലികേറ മല എന്ന് പലർക്കും തോന്നുന്ന ഒരു പരീക്ഷയാണ്. സ്വാഭാവികമായിട്ടും ഞാനും ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഒരു തവണയല്ല 3 തവണ ഞാൻ ഈ പരീക്ഷ എഴുതി പല ഘട്ടങ്ങളിൽ പരാജയപ്പെട്ടു. അപ്പം ഈ ഓരോ ഘട്ടത്തിലും പരാജയപ്പെടുമ്പോൾ നമുക്കറിയാം ഈ പരീക്ഷ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ പരാജയം നമുക്ക് വളരെ കനത്ത രീതിയിൽ നമ്മളെ ഒരു പക്ഷെ ബാധിച്ചേക്കാം. എന്നാൽ ഓരോ തവണ പരാജയപ്പെടുമ്പോഴും മുൻപോട്ട് നയിക്കുവാനും അല്ലെങ്കിൽ മുൻപോട്ട് പോകുവാനും നമ്മളെ സഹായിക്കുന്നത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു. ദൈവം നമ്മുടെ കൂടെ നിൽക്കുമെന്നും ആ വിശ്വാസത്തിൽ അടിയുറച്ച് മുൻപോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയിക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ലഭിച്ചത് ദൈവവുമായിട്ട് ചേർന്നുള്ള ജീവിതത്തിലൂടെയാണ്. എല്ലാവരെയും പോലെ തന്നെ, എല്ലാ യുവാക്കളെയും പോലെ, എല്ലാ കുഞ്ഞുമക്കളെയും പോലെ ഞാനും എന്റേതായ കുറ്റങ്ങളിലും കുറവുകളിലും തന്നെയാണ് വളർന്നു വന്നത്. എന്നാൽ ഈ ഒരു എളിയ ശ്രമം, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും മറ്റുള്ള എളിയ ശ്രമം പലപ്പോഴും എന്റെ പരാജയങ്ങളെ തമസ്കരിക്കത്തക്ക രീതിയിൽ, എന്റെ പരാജയങ്ങളെ ഇല്ലാതാക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ അനുഗ്രഹം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കി. അപ്പം എനിക്കും നിങ്ങളോട് പങ്കുവെക്കുവാനുള്ള ഒരേ ഒരു സന്ദേശം ഇതാണ്. നമ്മളെല്ലാവരും വളരെ അസാധാരണമായ എന്തെങ്കിലും കഴിവുകളുള്ളവരോ അല്ലെങ്കിൽ വളരെ നന്മ നിറഞ്ഞ മനുഷ്യരോ ആവണമെന്നൊന്നുമില്ല. നമ്മളൊക്കെ ചിലപ്പോൾ പലപ്പോഴും സാധാരണക്കാരാണ്. ബൈബിള് തന്നെ പറയുന്നു, കർത്താവ് പാപികളെ തേടിയാണ് വന്നത്, നീതിമാന്മാർക്ക് വേണ്ടി വന്നവനല്ല. അപ്പോൾ നമ്മളുടെ കുറവുകളിൽ നമ്മൾ ചേർന്ന് നിൽക്കേണ്ട ദൈവത്തോടാണ്. ഈ പള്ളിയിൽ പോവുകയും മറ്റുമൊക്കെ ചെയ്യുന്നവർ ഏറ്റവും വിശുദ്ധരായ മനുഷ്യരല്ല, പകരം അവരുടെ കുറവുകളിൽ, അവരുടെ കുറ്റങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. നിങ്ങൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രതിസന്ധികളിലും കുറവുകളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ്. 3 തവണ സിവിൽ സർവീസ് പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോഴും നിരാശ തോന്നാതെ വീണ്ടും കഠിനാധ്വാനം ചെയ്യുവാൻ എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ ദൈവം, തീർച്ചയായും നമ്മളുടെ ദൈവം നമ്മൾ ഓരോരുത്തരുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകിച്ച് ഈ വിശുദ്ധവാര കാലഘട്ടത്തിൽ അനുഗ്രഹിക്കുകയും നിങ്ങളെ ഉയർപ്പിന്റെ മഹിമയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട്, ക്രിസ്തുവിൽ ഒരുപാട് സ്നേഹം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.
കൂട്ടുകാരെ, ഇന്നത്തെ പേഴ്സണൽ ചലഞ്ച് ഇതാണ്. നമുക്ക് മധുരം വേണ്ടാന്ന് വെക്കാം. ഓക്കെ. എങ്ങനെയാണെങ്കിലും ചോക്ലേറ്റ് വേണ്ടാന്നോ പഞ്ചസാര ഉപയോഗിക്കാതെയോ ഈ ത്യാഗം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ഇനി പ്രയർ ടൈം ആണ്. ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എല്ലാ തലത്തിലുള്ള അധികാരികൾക്ക് വേണ്ടിയാണ്. കണ്ണടയ്ക്കാം, കൈകോർക്കാം. Sweetheart of Jesus that burns with love for me, inflame my heart to love you more. Sweetheart of Jesus. ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നാളെ ഈസ്റ്റർ എപ്പിസോഡിൽ കാണാം. ടേക്ക് കെയർ.